ഹയാൾ സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വൻ ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ ശ്യാമ കണിമംഗലത്ത് നിന്ന് അവരോട് പറയുകയാണ് ആ സമ്പത്ത് മുഴുവനും വരുണിന് രാധികയുടെ പേരിൽ എഴുതി വെക്കുകയാണ്. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ആ പണം കൊണ്ട് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഈസി ആയിട്ട് പരിഹരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് വിശ്വാസം. ആ ഒരു സ്വത്ത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് ശ്യാമ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജയഭാരതി മുത്തശ്ശനോട് പറയുന്നുണ്ട്, നിങ്ങൾ നല്ലൊരു പരസ്പര സഹായവും സ്നേഹമുള്ള ഒരു കുടുംബം തന്നെയാണ് കെട്ടിപ്പടുത്തത്. പക്ഷെ ആ ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു തകരാറ് വന്ന് അത് അങ്ങ് തകർന്നു പോകാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് ഈ ഒരു പണം കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം എന്നൊക്കെ ജയഭാരതി മുത്തശ്ശനോട് പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി വരുണിൻ്റെ അച്ഛനോടും വരുണിനോടും കൂടിയിട്ട് പറയുന്നുണ്ട്, പരമേശ്വര, വരുൺ നമുക്ക് ഈ പണം സ്വീകരിക്കുക. കാരണം ശ്യാമ ഇങ്ങനെ സ്നേഹത്തോട് വെച്ച് നീട്ടി തരുന്നതല്ലേ. ശ്യാമന് നമ്മളിപ്പോൾ ഒരു ദൈവത്തിൻ്റെ ദൂതനെ പോലെ ആയിട്ടാണ് കാണേണ്ടത്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സഹായം വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്കിത് സ്വീകരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ അവരോടും പറയുകയാണ്. അപ്പോൾ അവരൊരു മൗനസമ്മതം കൊടുക്കുകയാണ്. കാരണം ഇത്രയും ഒരു പ്രശ്നമാണ്, അവരുടെ കുടുംബം തന്നെ തകർന്നു പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ടുള്ള ആ ഒരു കൈസഹായം വലിയത് തന്നെ ആയിട്ടാണ് അവരങ്ങ് കാണുന്നത്. അപ്പോൾ പത്മിനിയും പറയുന്നുണ്ട്, ശരിയാണ്, നമുക്ക് ഈ പണം സ്വീകരിക്കാം, നമുക്ക് ശ്യാമയുടെ ഈ ഒരു സഹായം സ്വീകരിക്കാം. ഇപ്പോൾ ഇനി നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും നമുക്കെല്ലാം തിരിച്ചു പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശ്യാമയുടെ ആ ഒരു സ്വത്തുക്കളെല്ലാം തിരിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നെ ഇവിടെ ഒരു കുടുംബത്തിനെ പോലെ കണ്ടാൽ മതി, അതിന് എനിക്ക് തിരിച്ചു തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങളെന്ന് പറയുന്നത് രാധികനെ സ്വന്തം മകളായി കാണുന്നൊരു കുടുംബമാണ്, എൻ്റെ മകൾ ജീവിക്കുന്നൊരു കുടുംബമാണിത്. അപ്പോൾ എൻ്റെ മകൾ ജീവിക്കുന്ന കുടുംബം എന്ന് പറയുന്നത് എൻ്റെയും കൂടി കുടുംബമാണ്. അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ സഹായിക്കേണ്ടത് വീട്ടിലുള്ളവരുടെ ഉത്തരവാദിത്തം തന്നെ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ശ്യാമ അവരോട് സംസാരിക്കുന്നുണ്ട്. അവൻ ശ്യാമയുടെ ആ ഒരു വാക്ക് അവരും അംഗീകരിക്കുകയാണ്. അവർക്ക് ആ ഒരു പണം സ്വീകരിക്കാൻ അവരങ്ങ് അവസാനം തയ്യാറാകുന്നുണ്ട്. പിന്നെ അവർ ശ്യാമയാത്രയൊക്കെ പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വരുണും രാധികയും കൂടിയിട്ട് ശ്യാമയുടെ കൂടെ തന്നെ വരുന്നൊക്കെ ഉണ്ട്. അപ്പം വരുണിനോട് ശ്യാമ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെയും പേരിലുള്ള ആ സ്വത്തുക്കൾ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ ലോയറോട് പറഞ്ഞിട്ടുണ്ട്. അത് സ്പീഡപ്പ് ആക്കാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്വത്ത് തിരിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്കത് വിൽക്കുകയോ പണയം വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു കടം വീട്ടിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്. അവൻ വരണം പറയുന്നുണ്ട്, മാഡത്തിനോട് ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ അവനിങ്ങനെ ഈ ശ്യാമനോട് പറയണം. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എന്നോടൊന്നും പറയണ്ട, നിനക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ രാധികനോട് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാധികനോട് ഇങ്ങനെ ഒരു നന്ദി അവനിങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. കാരണം കാലിടറി നിൽക്കുന്ന സമയത്ത് കിട്ടിയത് ഒരു നല്ല ബലം തന്നെയാണ് എന്നൊക്കെ അവളോട് ഇങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം, നമുക്കിപ്പോൾ പണം കിട്ടിയില്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ കടമൊക്കെ വീട്ടി നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ കുടുംബം തിരിച്ചു പിടിക്കുക എന്നൊക്കെ ഈ രാധിക അവനെ നന്നായിട്ട് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവന് ആ ഒരു കാര്യം തന്നെ വലിയൊരു ആശ്വാസമാണ്. കാരണം ഒരു കടക്കണിയിൽ നിൽക്കുന്ന സമയത്തുള്ള ആ ഒരു കൈബലം എന്ന് പറയുന്നത് അവന് ഭയങ്കരമായിട്ടൊരു ആശ്വാസവും സമാധാനമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വാർത്തയൊക്കെ കൽപ്പന ഉർവശിയും കൂടി കേട്ട് കഴിഞ്ഞ് അവരാകെ ടെൻഷനിൽ നിൽക്കുകയാണ്. ഇത്രയും ഒരു കൊണ്ട് എത്തിച്ചിട്ട് ഒക്കെ വെള്ളത്തിലായോ എന്നുള്ള ആ ഒരു ടെൻഷൻ ഇവർക്ക് രണ്ടുപേർക്കുണ്ട്. അവർ പെട്ടെന്ന് തന്നെ വീടിൻ്റെ മേലെ റൂമിൽ കയറിയിട്ട് ചന്ദ്രശേഖരൻ അങ്ങ് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉർവശി ഇങ്ങനെ പറയുന്നുണ്ട്, ആ ശ്യാമ വന്നിട്ട് അവരുടെ ആ സ്വത്തൊക്കെ ഈ വരുണിൻ്റെ രാധികയുടെ പേരിൽ എഴുതി വെച്ചിട്ട് ആ സ്വത്ത് ഉപയോഗിച്ചിട്ട് ഇവർ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരൻ പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ഊഹിച്ചതാണ്, ഈ കാര്യങ്ങൾ ഈ ശ്യാമ സഹായിക്കുന്നതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മുൻകരുതലായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട, ശ്യാമയുടെ ഒരു സഹായം അവർക്ക് കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഊർവശിക്ക് ഉറപ്പ് കൊടുക്കണം. അപ്പോൾ ഊർവശി പറയുന്നുണ്ട്, പക്ഷേ ശ്യാമയുടെ സ്വത്തുക്കളുടെ കണക്ക് എത്രയെന്ന് അറിയോ, ആ ഒരു സ്വത്ത് കിട്ടിയാൽ ഇവിടെയുള്ള പ്രശ്നമൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതിൻ്റെ കണക്കൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻകൂറായിട്ട് തന്നെ ഈ എല്ലാ കാര്യത്തിനും ഓരോ പ്രതിവിധി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ആ ഒരു സഹായം, ശ്യാമയുടെ സഹായം ഈ കണിമംഗലത്തിന് കിട്ടില്ല എന്നുള്ള ആ ഉറപ്പ് ഈ ചന്ദ്രശേഖരന് ഈ ഉർവശിക്ക് അങ്ങ് കൊടുത്തിട്ട് ഫോൺ വെക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉർവശി ഈ കൽപ്പനയോട് പറയുന്നത്, ചന്ദ്രേട്ടൻ പറയുന്നത് ഇവരുടെ ഒരു സഹായം കിട്ടില്ല എന്നാണ്.
ശ്യാമയുടെ സഹായം കിട്ടില്ല എന്നൊക്കെ ഈ ചന്ദ്രേട്ടനെ ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ഇതുവരെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഇനി ഒരു സഹായമൊക്കെ കിട്ടി ഇവിടെ രക്ഷപ്പെട്ടാൽ നമ്മളെ വിചാരിച്ച പ്ലാനിങ് ഒക്കെ ഫ്ലോപ്പ് ആകും എന്നൊക്കെ പറഞ്ഞ് ഇവർ അത്യാവശ്യം ടെൻഷനിലൊക്കെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ശ്യാമയുടെ സഹായം കിട്ടി അവരുടെ കുടുംബം തന്നെ രക്ഷപ്പെടുമെന്നുള്ള പേടിയാണ് ഇവർക്ക് രണ്ടുപേർക്കും. പിന്നെ നമ്മുടെ പ്രിയങ്ക ഇങ്ങനെ ആ പണം കൊണ്ട് ഇനി അടുത്ത പ്ലാനുകളും ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. അപ്പം പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി നമുക്ക് ആ ശരത്ത് പറഞ്ഞ കാര്യം തന്നെ ചിന്തിച്ചാലോ, കാരണം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അപ്പോൾ ആ സിനിമയുടെ ഫീൽഡിൽ തന്നെ പിടിച്ചു നിൽക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഞാനൊരു വലിയ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല, നമുക്ക് നന്നായിട്ട് ഉയരാം, നമുക്ക് വലിയ ആളുകളൊക്കെ ആയി മാറിയിട്ട് ഈ കണിമംഗലത്തിൻ്റെ മുന്നിൽ ഞെളിഞ്ഞ് നടക്കണം. അതാണ് കണിമംഗലത്തിനോട് എനിക്കുള്ള പ്രതികാരം. ആ ഒരു പ്രതികാരം വീട്ടാൻ നമുക്ക് ഈ ഒരു കമ്പനി തന്നെ തുടങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ ഈ മുത്തശ്ശിനോട് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി അതിന് സമ്മതിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു വട്ടം നമുക്ക് കാലിടറിയതാണ്, അതുകൊണ്ട് ഒരു ചെറിയൊരു പേടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പ്രിയങ്ക മുത്തശ്ശിനോട് പറയുന്നുണ്ട്, അന്ന് എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്കായിരുന്നു, ഇപ്പം മുത്തശ്ശിയും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട, നമുക്ക് നല്ല വിശ്വാസത്തിൽ തന്നെ ആ ശരത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി അറിയുന്നത്, ഓ ഈ ശരത്ത് വേറെ ചങ്ങായിമാരൊന്നും ഇല്ല നിങ്ങൾക്ക്, ഈ ഒരു ശരത്ത് അവന് അത്ര ഒരു ഉഷാറായിട്ടൊന്നും തോന്നുന്നില്ല എനിക്ക് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയണം. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി സിനിമയിൽ എന്ന് പറയുന്ന ഒരുപാട് ഫ്രോഡുമാരുണ്ട്, പക്ഷേ ശരത്തിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് ചെയ്യാൻ പറ്റിയൊരു ചെറുക്കനെ ഇനി വേറെ കിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ശരത്തിനെ തന്നെ പിടിക്കാം എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശിനോട് പറയുന്നുണ്ട്. സുകുമാരിക്ക് ഈ ശരത്തിനെ കൂട്ടുപിടിക്കുന്നത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഈ പ്രിയങ്ക അവനേക്കാൾ ബെസ്റ്റായിട്ട് ഇനി വേറെ ആരും കിട്ടില്ല എന്നൊക്കെ ആണ് സുകുമാരി മുത്തശ്ശിനോട് പറയുന്നത്. എന്നിട്ട് നേരെ അവനെ വിളിക്കുകയാണ്. അപ്പോൾ ഇവനോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ നീ പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരത്തിന് ഭയങ്കര സന്തോഷമാണ്. ആണോ, എന്നാൽ നമുക്ക് പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ചെയ്ത് തുടങ്ങാം, പക്ഷേ മുന്നത്തെ പോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റാനോ നഷ്ടപ്പെടാനോ ഒന്നും സംഭവിക്കാൻ പാടില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ശരത്തിനോട് പറയുമ്പോൾ ശരത്ത് അത് ഉറപ്പ് കൊടുക്കണം. ഇല്ല, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇത് നമുക്ക് നല്ല സൂക്ഷിച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളെന്തായാലും രണ്ടുപേരും രക്ഷപ്പെടുന്നതിൻ്റെ കൂടെ എനിക്കും ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കും കൂടി ഒന്ന് നിങ്ങളുടെ കൂടെ അങ്ങ് രക്ഷപ്പെടാമല്ലോ, ഈ കമ്പനി തുടങ്ങിയാൽ എനിക്ക് അവിടെ ഒരു ജോലിയൊക്കെ ആയിട്ട് എനിക്കും രക്ഷപ്പെടാം, ജീവിതം രക്ഷപ്പെടുത്താം എന്നൊക്കെ ഇങ്ങനെ ശരത്തും അവനോടങ്ങും പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, ചതിക്കാനേ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ല, അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇനിയും പോകാൻ പാടില്ല എന്നുള്ള ആ ഒരു ഉറപ്പൊക്കെ ശരത്തിനോട് ചോദിക്കുന്നുണ്ട്. ശരത്താണെങ്കിൽ ആ ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഇനി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോൺ വെക്കുകയാണ്. ഇനി ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരത്തിന് ചെറിയൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്, അവൻ്റെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പച്ച പിടിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അവന് ഈ പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവരെ തന്നെ കൂടുകയാണ്. പിന്നെ ചന്ദ്രശേഖരന് ഈ ഗൗതമിനോടും ബെഞ്ചമിനോടും കാര്യങ്ങളൊക്കെ പറയാണ്. ഉർവശി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്യാമ വന്നിട്ട് അവർക്ക് അങ്ങ് സാമ്പത്തിക സഹായം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു വിവരം ഇവരോടങ്ങ് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ശ്യാമയുടെ സ്വത്തിൻ്റെ 10% മതി കണിമംഗലം രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ആ ഒരു പണം കണിമംഗലത്തിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണിമംഗലത്തിന് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, അവർ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തൊടാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഇപ്പോൾ തന്നെ മുൻകരുതൽ എടുത്തിരിക്കണം. ഈ ശ്യാമയുടെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്വത്ത് അവരുടെ കയ്യിൽ എത്തിപ്പെടാതെ നമ്മൾ നോക്കണം. അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ നടക്കാൻ പാടില്ല, ആ രജിസ്ട്രേഷൻ എങ്ങനെയെങ്കിലും തടയണം എന്നൊക്കെ ഇങ്ങനെ ഇവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ആ രജിസ്ട്രേഷൻ തടയും, നമുക്ക് രാധികനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അത് നടക്കില്ല, രാധിക എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുക വെച്ചാൽ, കാരണം അനുഭവം വെച്ച് പറയുകയാണ്, ഇവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായം വന്നിട്ട് എപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, അതുകൊണ്ട് അവളെ കൊല്ലാൻ നോക്കിയിട്ടോ അവളെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടോ ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതിന് അവളെ അല്ല, നമുക്ക് ശ്യാമനെ അങ്ങ് തീർക്കാം, ശ്യാമ ആ രജിസ്ട്രേഷൻ്റെ മുന്നേ കൊല്ലപ്പെടണം, അതാണ് എൻ്റെ പ്ലാന്. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കണിമംഗലത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ഊഹത്തിലാണ് ചന്ദ്രശേഖരൻ പറയുന്നത്. അപ്പോൾ അതിനുള്ള സഹായം ഈ ബെഞ്ചമിന് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ ബെഞ്ചമിനോട് ചോദിക്കുകയാണ്. അവൻ ബെഞ്ചമിൻ പറയുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയാത്ത പരിധികളൊന്നും ഇല്ല സാർ, ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ ഈ ബെഞ്ചമിനെ അങ്ങ് തിരിച്ച് ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്നാൽ നീ ശ്യാമനെ കൊല്ലണം, ഇന്ന് തന്നെ നീ ശ്യാമനെ കൊന്നിരിക്കണം, ആരോ ഒരാൾ ശ്യാമയുടെ ജീവനെ അപകടത്തിലാക്കി എന്നുള്ള ആ ഒരു വാർത്ത ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരൻ അങ്ങ് പറയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ പറയുന്നുണ്ട്, അതെനിക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് സർ, അത് ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവർക്ക് അങ്ങ് ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അല്ല
എൻ്റെ ഏട്ടൻ പരമേശ്വരന് നിനക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ കമ്പനിയിൽ തിരിമറികൾ നടത്തിയതിന്. അപ്പോൾ ആ ഒരു കേസ് നടക്കുമ്പോൾ നിനക്കിതൊരു ബുദ്ധിമുട്ടായി മാറുമോ എന്നൊക്കെ ഇങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ബെഞ്ചമിൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നം എനിക്കൊരു തടസ്സമേ അല്ല സാർ. ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് ശ്യാമനെ കൊല്ലാനുള്ള യാതൊരു തടസ്സവും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അവരെ തീർത്തിരിക്കും. ആ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ഈ ബെഞ്ചമിന് ചന്ദ്രശേഖരന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ശ്യാമനെ കൊല്ലും എന്നുള്ളൊരു ഉറപ്പ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അപ്പോൾ ശരി, ഞാൻ നിന്നിലൊരു വിശ്വാസം ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബെഞ്ചമിൻ്റെ ആ ഒരു വാക്കിൽ ഇവരങ്ങ് വിശ്വസിക്കുകയാണ്. പിന്നെ കണിമംഗലത്തെ ആണെങ്കിൽ വരുണിൻ്റെ അച്ഛനെ ചെറിയൊരു ആശ്വാസത്തിൽ ഇരിക്കുകയാണ് വീട്ടിൽ. അവൻ കൂടെ തന്നെ നമ്മുടെ മുത്തശ്ശിയുണ്ട്, പത്മിനിയുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ പരമേശ്വര, ഈ ശ്യാമയുടെ സഹായം എന്ന് പറയുന്ന ഒരു വലിയ സഹായം തന്നെയാണ്. നമ്മളിങ്ങനെ ഇടറി നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ബലം എന്ന് പറയുന്നത് അത് വലിയൊരു ബലം തന്നെയായിരുന്നു. ഈ ശ്യാമയും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കുടുംബം തന്നെ തകരാൻ പോവായിരുന്നു എന്നുള്ള ആ ഒരു ശ്യാമനെ കുറിച്ചുള്ള ഒരു നന്ദി പ്രകടനം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ ശ്യാമയുടെ മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്കൊരു സ്വാർത്ഥതയില്ല. അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, എൻ്റെ സ്വത്തുക്കൾ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ എൻ്റെ മകൾക്കും മരുമകനും മാത്രം ഉപയോഗിക്കാനുള്ളതാണ്, അവരുടെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല എന്നുള്ള ആ ഒരു സ്വാർത്ഥ ചിന്തകളൊക്കെ വേണമെങ്കിൽ വരായിരുന്നു. പക്ഷേ ശ്യാമക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. പണത്തോടോ ഈ സമ്പത്തിനോടോ ഒരു മോഹം ഇല്ലാത്ത ഒരാളാണില്ലേ, അത്രയും നല്ലൊരു സ്ത്രീയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറയാണ്. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ശരിയാണ്, ഞാനും അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അവരുടെ ആ ഒരു മനസ്സിനെ കുറിച്ചാണ് ഞാൻ, ആ മനസ്സിൻ്റെ ഒരു വലുപ്പമാണ് ഞാൻ ചിന്തിച്ചത്. അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു സ്വന്തം ആൾക്ക് മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ, അല്ലാതെ ബാക്കി കുടുംബങ്ങൾക്കൊക്കെ ആ ഒരു സ്വത്ത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ്, അങ്ങനെ നഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ അവർക്ക് ചിന്തിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ പത്മിനി കൂട്ട് പറയുന്നുണ്ട്, അവരുടെ ഒരു മനസ്സ് വലിയത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു മനസ്സിനെങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര നല്ല മനസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പണമൊക്കെ തിരിച്ച് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയണേ. അപ്പോൾ മുത്തശ്ശി പറയണ്ടേ, എൻ്റെ പൊന്നു മോനെ, നീ ഈ പണമൊക്കെ അവൾക്ക് അവസാനം പ്രശ്നമൊക്കെ പരിഹരിച്ച് കഴിഞ്ഞിട്ട് ഈ പണം തിരിച്ച് രാധികയ്ക്ക് കൊടുക്കുക എന്നൊന്നും അവളുടെ മുന്നിൽ വെച്ചെന്നൊന്നും പറയല്ലേ. കാരണം അവൾ പ്രശ്നം ഉണ്ടാക്കും. അവളിവിടെ അവളുടെ സ്വന്തം മകളായി കണ്ടില്ല, അവർ തിരിച്ചു തരികയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവൾ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ആ പണം തിരിച്ചു തരുമെന്നൊന്നും അവളോട് അടുത്ത് ചെന്നിട്ടൊന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, അത് എന്തായാലും നമുക്ക് തിരിച്ചു കൊടുക്കണം. ഇനി എനിക്കെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോവുകയാണ് ഇതിന് മുന്നേ എന്നുണ്ടെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു മരണത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഈ അച്ഛനങ്ങ് പറയുമ്പോൾ പിന്നെ ഈ പത്മിനിക്കും മുത്തശ്ശിക്കും പേടിയാവാണ്. അപ്പം മുത്തശ്ശി അവർ രണ്ടുപേരും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാൻ തുടങ്ങിയാൽ അപ്പോൾ പറയും മരണത്തിനെ കുറിച്ച്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇവരോട് ഇങ്ങനെ പറയണേ. അപ്പം വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അത് അങ്ങനെയൊക്കെ നമുക്ക് പറയാമെങ്കിലും ജീവിതത്തിൻ്റെ കാര്യമല്ലേ, മനുഷ്യൻ്റെ കാര്യമല്ലേ, എന്തും സംഭവിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ രാധികയ്ക്ക് പണം കൊടുക്കണം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുണും രാധികയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിനൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടിയതിൻ്റെ ആ ഒരു ആശ്വാസത്തിൽ അവർ ഒന്ന് പുറത്ത് പോയി തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. വരുണാണെങ്കിൽ കാറിൻ്റെ അകത്തിരുന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ രാധിക ഫുഡ് ഓർഡർ ചെയ്ത ഫുഡും കൊണ്ട് ആ കാറിലേക്ക് അങ്ങ് കയറി വരുന്ന സമയത്ത് വരുണ് വീണ്ടും ഇങ്ങനെ ഡെസ്പായിട്ട് അങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ രാധികയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, വീട്ടിലിരുന്നാലും ഭയങ്കര ടെൻഷന്, അത് വിചാരിച്ച് നമുക്കൊന്ന് പുറത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇതന്നെയാണ് അവസ്ഥ, എന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ വരുണിനോട് ചോദിക്കണം. അപ്പോൾ വരുണ് ഒന്നുമില്ലടോ എന്നൊക്കെ ഇങ്ങനെ പറയണം. പക്ഷേ ഇവന് ആ ഒരു കമ്പനി അവൻ കാരനാണല്ലോ തകർന്നതെന്നുള്ളൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകും. ആ ഒരു ടെൻഷൻ തന്നെയാണ് അവൻ ഇപ്പോഴും ഉള്ളത്. പക്ഷേ രാധിക പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ പോവുകയാണ്, ഈ ഫുഡൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിലൂടെ അങ്ങ് നടന്ന് പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരും പറയണേ. അവൻ വരുൺ അറിയണ്ടേ, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് നടന്ന് കാണിച്ചേ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പം ഇവൾ പറയണ്ട, വെറുതെ എന്നെ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട, ഞാനങ്ങ് പോകുമോ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് തിരിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്നുണ്ട്, അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ഇറങ്ങി പോടി എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയണേ. അപ്പോൾ ഇവൾ ഡോറ് തുറന്ന് അങ്ങ് പോകാൻ നിൽക്കുമ്പോൾ വരുൺ അങ്ങ് പിടിച്ച് വെക്കണേ, നീ പോകണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നീ അങ്ങോട്ടൊന്നും പോകണ്ട, ആരെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് കൊണ്ടുപോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവർ ആ ഒരു ആശ്വാസത്തിൽ നിൽക്കണം. പക്ഷേ ഇവരെ അറിയുന്നില്ല ശ്യാമനെ കൊല്ലാനുള്ള ഒരു പ്ലാന് അവിടെ നടന്നിട്ടുണ്ട് എന്നൊക്കെ. ഇനി ശ്യാമ കൊല്ലപ്പെടുമോ ഇല്ലേ എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ അറിയാനുള്ളൊരു ആകാംക്ഷ എന്ന് പറയുന്നത്. ശ്യാമ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബോറായിരിക്കും കാണാൻ എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കുകയെന്ന്. ഇനി ശ്യാമ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടുമോ, ഇവർക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഓൾ.